നിങ്ങളെ മാനസികമായി തളർത്തുന്ന ആളുകളുമായി ഇടപഴകുമ്പോൾ സ്വയം സംരക്ഷിക്കാൻ ചില തന്ത്രങ്ങളും മോട്ടിവേഷൻസും. അതിരുകൾ നിശ്ചയിക്കുക. നിങ്ങൾക്ക് സുരക്ഷിതമായി തോന്നുന്നില്ലെങ്കിൽ അത്തരം ആളുകളുമായി ഇടപഴകുന്നത് പരിമിതപ്പെടുത്തുക. ആത്മവിശ്വാസം വളർത്തുക. നിങ്ങളുടെ കഴിവുകളിലും ശക്തിയിലും വിശ്വസിക്കുക. നിങ്ങളുടെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം അഭിനന്ദിക്കുകയും ചെയ്യുക. പ്രതികരണം നിയന്ത്രിക്കുക. നെഗറ്റീവ് വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. ശാന്തത പാലിക്കുകയും വൈകാരികമായി പ്രതികരിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുക. പിന്തുണ തേടുക. വിശ്വസിക്കാവുന്ന സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും സംസാരിക്കുക. സ്വയം ശ്രദ്ധിക്കുക. മാനസികമായും ശാരീരികമായും ആരോഗ്യം നിലനിർത്താൻ വ്യായാമം ചെയ്യുക. നന്നായി ഭക്ഷണം കഴിക്കുക. ആവശ്യത്തിന് ഉറങ്ങുക. മനസ്സമാധാനത്തിനായി ചില ചിന്തകൾ. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് ഊർജം പാഴാക്കുകയാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലാത്തവയെ വിട്ടുകളയുക. ഓരോ നിമിഷവും ആസ്വദിക്കുക. ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ആകുലപ്പെടാതെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെറിയ സന്തോഷങ്ങളെ കണ്ടെത്തുകയും അവയെ അഭിനന്ദിക്കുകയും ചെയ്യുക. സ്വയം കരുണ കാണിക്കുക. ആരും തികഞ്ഞവരല്ല. തെറ്റുകൾ സംഭവിക്കാം. സ്വയം വിമർശിക്കുന്നതിനു പകരം നിങ്ങളോട് ദയയും സ്നേഹവും കാണിക്കുക. പ്രകൃതിയുമായി ഇണങ്ങുക. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും. നടക്കാനിറങ്ങുകയോ പൂന്തോട്ടത്തിൽ സമയം ചെലവഴിക്കുകയോ ശുദ്ധമായി ശ്വസിക്കുകയോ ചെയ്യുക. കൃതജ്ഞത ശീലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കൃതജ്ഞതയുള്ള ഒരു മനോഭാവം നെഗറ്റീവ് ചിന്തകളെ അകറ്റി നിർത്താൻ സഹായിക്കും. മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകും. ഇത് നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും സഹായിക്കും. ആവശ്യത്തിന് വിശ്രമിക്കുക. ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകേണ്ടത് അത്യാവശ്യമാണ്. നല്ല ഉറക്കം നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രധാനമാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് ഓർമ്മിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കും. ലക്ഷ്യബോധമുള്ള ജീവിതം മനസ്സിന് സമാധാനം നൽകും. നിങ്ങളുടെ തെറ്റുകൾ മാത്രം കണ്ടെത്തി നിങ്ങളെ പരിഹസിക്കുന്നവരോട് അവരെ അവഗണിക്കുക ചിലപ്പോൾ ഏറ്റവും നല്ല പ്രതികരണം പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ ശക്തിയില്ലെന്ന് മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടെ പെരുമാറുക. നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കാനും അതിൽ നിന്ന് പഠിക്കാനും തയ്യാറാണെന്ന് അവരെ കാണിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം അവരെ നിശബ്ദരാക്കും. അവരോട് തുറന്നു സംസാരിക്കുക. അവരുടെ പെരുമാറ്റം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് അവരോട് ശാന്തമായി പറയുക. ചിലപ്പോൾ അവർ അവരുടെ പ്രവൃത്തിയുടെ ഗൗരവം മനസ്സിലാക്കുന്നില്ലായിരിക്കാം. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. ഇത്തരം ആളുകൾ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. നിങ്ങളുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ കഴിവുകളിലും നല്ല വശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകൾ നിങ്ങളെ തളർത്താതിരിക്കട്ടെ. നിങ്ങളുടെ ആത്മാഭിമാനം ആരുടെയും പരിഹാസത്തിനു മുന്നിൽ കുനിഞ്ഞു കൊടുക്കാനുള്ളതല്ലെന്ന് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കാത്തവരും അഭിനന്ദിക്കാത്തവരുമായ ആളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഒന്നാമതായി, ഇത് അവരുടെ പ്രശ്നമാണ്, നിങ്ങളുടെ അല്ല. ഒരുപക്ഷെ അവർക്ക് അസൂയ, അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലെ അതൃപ്തി എന്നിവ കാരണമാകാം മറ്റൊരാളുടെ വിജയം അംഗീകരിക്കാൻ കഴിയാത്തത്. ഇത് നിങ്ങളുടെ കഠിനാധ്വാനത്തെയോ നേട്ടങ്ങളെയോ ഇകഴ്ത്തുന്നില്ല. രണ്ടാമതായി, അത്തരം ആളുകളെ അവഗണിക്കുകയും നിങ്ങളുടെ വിജയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ അംഗീകാരത്തെ ആശ്രയിച്ചിരിക്കേണ്ടതില്ല. നിങ്ങളെ പിന്തുണയ്ക്കുന്നവരുമായും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരുമായും കൂടുതൽ സമയം ചെലവഴിക്കുക. മൂന്നാമതായി, ചിലപ്പോൾ ആളുകൾക്ക് മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിയാത്തത് അവരുടെ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം. എല്ലാവർക്കും അവരവരുടേതായ വെല്ലുവിളികൾ ഉണ്ടാകും. എന്നിരുന്നാലും ഇത് നിങ്ങളുടെ വികാരങ്ങളെ ബാധിക്കാൻ അനുവദിക്കരുത്. അവസാനമായി, നിങ്ങളുടെ വിജയത്തെ അഭിനന്ദിക്കാത്തവരെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകുന്നത് വളരെ പ്രധാനമാണ്. ആളുകൾ നമ്മളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. നമ്മളെ വേദനിപ്പിക്കുന്നവരെ ഒഴിവാക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മളെ സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും കരുത്തും നൽകുമെന്ന് കരുതുന്നു.
ആരുടെയും കളിയാക്കലിനും പരിഹാസത്തിനും ഒന്നും നിന്നു കൊടുക്കാതെ നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറാം. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി വെൽത്ത് ഓഫ് നോളജ് എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം.